പ്രിയ കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലസ് വണ്ണിലെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ ഗ്ലിംസ് ഓഫ് ഗ്രേറ്റ്നസ് എന്ന യൂണിറ്റിലെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ യൂണിറ്റിൽ പൊതുവായി നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കുറെ ക്വാളിറ്റീസിനെ കുറിച്ച് പറയാം. വാട്ട് ആർ ദി ക്വാളിറ്റീസ് മേക്ക് എ പീപ്പിൾ ഗ്രേറ്റ്? ആളുകളെ മഹാന്മാരാക്കുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? യു ഹാവ് ടു ബൈ ഹാർട്ട് ദിസ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ, ഫാമിലി സപ്പോർട്ട്, സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ഇൻഎക്സ്റ്റിംഗ്വിഷബിൾ ഡിസയർ. These are very essential for to achieve greatness. ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഡിറ്റർമിനേഷനും ഫാമിലി സപ്പോർട്ടും സെൽഫ് കോൺഫിഡൻസും ഇൻഎക്സ്റ്റിംഗ്വിഷബിൾ ഡിസയർ എന്ന് പറഞ്ഞാൽ ആരാലും അണയ്ക്കാൻ കഴിയാത്ത ഒരു ആഗ്രഹം. ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകമാണ്. ഈ ക്വാളിറ്റീസ് ഈ പാഠഭാഗങ്ങളിൽ നമ്മൾ പ്രധാനമായും പ്രതിപാദിക്കുന്നു. സോ നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നതിന്റെ റിവ്യൂ ആണ്, ഒരു അവലോകനം. It is the story of a young seagull and his family. His family consists of young seagull, his father, mother, 2 brothers and a sister. യങ് സീഗളിന്റെ കുടുംബത്തില് അവന്റെ അമ്മയും അച്ഛനും അവന്റെ 2 സഹോദരന്മാരും സഹോദരിയും ആ യങ് സീഗളും ഉണ്ടായിരുന്നു. Everyone except young seagull flew away another cliff opposite of him. ഇപ്പോൾ ഇവനൊരു പാറക്കെട്ടിൽ ഇരിക്കുകയാണ്, സമുദ്രത്തിലെ ഉള്ളിലുള്ള ഒരു പാറക്കെട്ട്. ആ പാറക്കെട്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാറക്കെട്ടിലേക്ക് ഈ യങ് സീഗൾ ഒഴിച്ച് ബാക്കി എല്ലാവരും പറന്നുപോയി. ദി യങ് സീഗൾ വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. ഡു യു നോ വാട്ട് ഈസ് ദ റീസൺ? നിങ്ങൾക്കറിയാം എന്താണ് കാരണമെന്ന്? ബിക്കോസ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഈസ് ദ മെയിൻ റീസൺ ഫോർ ദാറ്റ് ബേർഡ്സ് ഫെയിലിയർ. മേ ബി ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ഫിയർ. അതായത് ദ ബേർഡ് തോട്ട് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. ദാറ്റ് വാസ് ഹി ഡിഡ് നോട്ട് ബിലീവ് ഹിംസെൽഫ്. ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അതിന് വിശ്വാസമില്ലായിരുന്നു. ബിക്കോസ് വൈ ഹി തോട്ട്സ് ദാറ്റ്, എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു? ബിക്കോസ് ദ പ്രസൻസ് ഓഫ് സീ ബിനീത്ത് ഡൗൺ ദാറ്റ് സ്റ്റേർച്ച്ഡ് മൈൽസ് ഡൗൺ. സമുദ്രത്തിന്റെ താഴെ വിശാലമായ സമുദ്രം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. അതിന്റെ പ്രസൻസ്, അത് വിചാരിച്ചു ഇഫ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം ഹി വുഡ് ഡൈ. അവന്റെ വിങ്സ് അവനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവൻ മരിച്ചു പോകും എന്നുള്ള ഒരു കാരണം. ലാക്ക് ഓഫ് കോൺഫിഡൻസും ഫിയറുമാണ് ഇവിടെ ഒരു പരാജയത്തിന് കാരണം. അതിലേക്ക് അവനെ നയിച്ചത് ഞാൻ പറഞ്ഞ പ്രസൻസ് ഓഫ് സീ ആയിരുന്നു. ദാറ്റ് വാസ് 24 hours ago. Everyone flew away and settled another part of cliff or another cliff opposite of that bird. ഈ പക്ഷിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറൊരു ക്ലിഫിലേക്ക് എല്ലാ അവന്റെ കുടുംബത്തിലെ അംഗങ്ങളും താമസമാക്കി. The bird was alone. He tried to muster up his courage and fly away from there. അവന് ധൈര്യം സംഭരിച്ചിട്ട് അവിടുന്ന് പറക്കാൻ ശ്രമിച്ചു. He ran to the brink of that cliff. ആ പാറക്കെട്ടിന്റെ എഡ്ജിലേക്ക് അവൻ പറന്നു വരാൻ ശ്രമിച്ചു. Start to flap his wings. ചിറകടിക്കാൻ ശ്രമിച്ചു. Suddenly he thought if his wings would never support him he should die. ആ ഒരു വിചാരം, അവന്റെ ചിറകൾ അവനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ താഴെ അവൻ വീണ് മരിക്കുമല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഒരുപക്ഷെ അവനെ പറപ്പിക്കാതിരിക്കുവാനായിട്ട്, ഒരുപക്ഷെ അവനെ പറക്കാൻ കാരണമാകാത്തതിന്റെ, ഒരുപക്ഷെ അവന്റെ പരാജയത്തിന്റെ ഒരു കാരണമായിരുന്നു. ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു. യെസ്, അബ്സല്യൂട്ട്ലി ഫാമിലി സപ്പോർട്ട് given by father, mother and his brother and sister, his brother and sister, but they called him affectionately. വാത്സല്യത്തോടെ വിളിച്ചു. threaten, ഭീഷണിപ്പെടുത്തി. but no use. പക്ഷേ ആ പക്ഷിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടാകും, പറക്കണമെന്നില്ലേ? then നമ്മൾ പറയാറുണ്ട് where there is a will there is a way. That is one of the most important things we have to discuss here. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യം where there is a will there is a way. പക്ഷേ ആ പക്ഷിക്ക് അതിൽ കോൺഫിഡൻസ് അട്ടപ്പെട്ടത് കൊണ്ട് അത് വിചാരിച്ചു how can reach his parents without fly. പറക്കാതെ എങ്ങനെ അവിടെ അടുത്തേക്ക് എത്താം?
he start to walk. But he know that only walk to that particular area he can reach there. But he start to walk. But when he reached at the edge of that cliff, there is no space to step. അതായത് അതിന്റെ ആ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അതിന് കാല് വെക്കുവാനായിട്ടൊരു സ്പേസ് ഇല്ല. യു നോ ദാറ്റ് ഓപ്പോസിറ്റ് ഓഫ് ടു ക്ലിഫ്സ്, രണ്ട് പാറകൾക്കിടയിൽ ഒരു ക്രാക്ക് ഉണ്ടായിരുന്നു, ഒരു വിടവുണ്ടായിരുന്നു. ആ ക്രാക്കില് അവൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നടന്നു പോകാൻ പറ്റില്ല. Then every parts he walked and looked down. He found that everywhere there was a deep crack, and beneath that crack there was ocean stretched down miles. അവനെ കണ്ടു, ഓരോ ഭാഗത്തേക്ക് താപ്പോട്ട് നോക്കുമ്പോൾ അവൻ കണ്ടത് അവിടെ വിശാലമായ സമുദ്രം എന്തെടുക്കുകയാണ്, ആ സമുദ്രം ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. Then what happened, you know? It tried all its best to fly, but lack of confidence and courage, and also his fear made that bird unable to fly from there. ഇതിന്റെ അവസാനത്തെ സ്റ്റെപ്പ് നിങ്ങൾക്കറിയാം. നിങ്ങളൊക്കെ എങ്ങനെയാണ് അവസാന അഭിനയം, ഭയങ്കര അഭിനയക്കാരൻ നിങ്ങളൊക്കെ അല്ലേ? അപ്പൊ അതുപോലെ അതും അഭിനയിച്ചു. എങ്ങനെ അഭിനയിച്ചു എന്ന് ചോദിച്ചാല്, ഒരു കണ്ണടച്ചിട്ട് ഒരു കാൽ ഉയർത്തി, എന്നിട്ട് അമ്മയെ നോക്കിയപ്പോഴ് എല്ലാ ആൾക്കാരെയും അവൻ നോക്കിയെങ്കിലും അമ്മ മാത്രം അനുസരിച്ചിരിക്കുകയാണ്. ഈ അച്ഛനാണെങ്കിൽ അവന്റെ ഫെദർ ക്ലീൻ ചെയ്യുകയായിരുന്നു. അതിന്റെ സഹോദരന്മാര് പറയുവാണെങ്കിൽ സഹോദരിമാരും ഡോസിങ് ഓഫ് എന്ന് പറഞ്ഞേക്കുന്നത് ഉറക്കമായിരുന്നു. ബട്ട് ഹിസ് മദർ, അമ്മമാർക്കൊക്കെ എപ്പോഴും മക്കളെ കുറിച്ച് ആദ്യം ഉണ്ട് അല്ലേ? ഹിസ് മദർ സാറ്റ് ഓൺ ദി ടോപ്പ് ഓഫ് ദി ക്ലിഫ് ആൻഡ് ഒബ്സർവിംഗ് ദാറ്റ് ബേർഡ്. സീകളിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഏറ്റവും മുകളിൽ ഇരുന്നിട്ട് അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആരാണ്? അമ്മ. Then mother offered a piece of fish to that bird. അമ്മ തന്റെ മകന്റെ ചെറിയ കഷ്ണം മീൻ ഓഫർ ചെയ്തു. എന്നിട്ട് ഒരു പ്രത്യേക രീതിയിൽ അത് കീറിയിട്ട് മകനെ കാണിച്ചു കൊടുത്തു അല്ലേ? ഹൗ ഹി ലൈക്സ് ടു ടിയർ ദാറ്റ് ഫുഡ് ഇൻ ദാറ്റ് വേ. ആ രീതിയിൽ ഫുഡ് ടിയർ ചെയ്യുന്ന അവന് എത്രത്തോളം ഇഷ്ടമായിരുന്നു എന്നോ, ഭയങ്കര ഇഷ്ടമായിരുന്നു. ബട്ട് ഹി മെയ്ഡ് എ ക്രാക്ക്, പതുക്കെ കാക്കിൾ സൗണ്ട് ഉണ്ടായി. കാക്കിൾ അത്തേർഡ് ലോ കാക്കിൾ, പതിയെ സൗണ്ട് ഉണ്ടായി. മദർ ടു റെസ്പോണ്ടഡ്, അമ്മയും റെസ്പോണ്ട് ചെയ്തു. അവൻ കുറച്ച് ഭക്ഷണം കൊണ്ട് തരൂ എന്നായിരിക്കും പറഞ്ഞത്. Then mother scolded his cowardice nature, അവന്റെ ആ വീരത്വ സ്വഭാവത്തെ അമ്മ വഴക്ക് പറഞ്ഞു. Then again mother understood that if he stayed there, that he did not try to anything because he lost all his confidence. So mother played an important trick to make that bird fly. അമ്മ ഇവിടെ പ്രയോഗിച്ച ഒരു പ്രധാനപ്പെട്ട ട്രിക്കാണ് ഈ കഥയിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു അമ്മ? മദർ ബേർഡ് took a piece of fish and reached near his cliff and stood motionless. സീകള് the sight of the food maddened him. സീകളെ സംബന്ധിച്ചിടത്തോളം ആ ആഹാരത്തിന്റെ ആ ഒരു എന്താ പറയുന്ന സൈറ്റ്, ആ ഒരു ദൃശ്യം അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. He leaned forward and started to catch the fish when it reached near him. അവന്റെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ ആ മീനിനെ എത്തിപ്പിടിക്കണമെന്ന ആഗ്രഹത്തോടെ അവൻ നിൽക്കുകയായിരുന്നു. ബട്ട് മദർ എന്തെടുത്തു? സ്റ്റുഡ് മോഷൻലെസ് നിയർ ഓഫ് ഹിസ് ക്ലിഫ് ഓപ്പോസിറ്റ് ഓഫ് ഹിം. അവന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവൻ നിന്നു. ബട്ട് ഹി വാസ് സർപ്രൈസ്ഡ് വൈ മദർ ഡിഡ് നോട്ട് കം നിയർ ടു ഹിം ആൻഡ് ഗീവ് ദാറ്റ് ഫുഡ്. അവൻ വിചാരിച്ചു അമ്മ എന്തുകൊണ്ടാണ് തന്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഫുഡ് കൊടുക്കാതിരുന്നത്. പക്ഷേ അമ്മയ്ക്ക് അതിന്റെ പ്ലാൻ ഉണ്ടായിരുന്നു. The sight of the food maddened and the young seagull dived for the fish. ആ യങ് സീകള് ഫിഷിന് വേണ്ടി ഡൈവ് ചെയ്തു. ഡൈവ് ചെയ്ത സമയത്ത് he did not think about the presence of sea, only thought about the food in front of him. So suddenly he fell downwards. That crack എന്ന് പറയുമ്പം പാറയിൽ നിന്ന് താഴേക്കുള്ള ക്രാക്കിലേക്ക് അവൻ വീണു. As first few minutes his heart stood still. കുറച്ച് സമയത്തേക്ക് അവന്റെ ഹൃദയം ഒന്ന് സ്റ്റില്ലായി നിന്നു. But later he realized that his wings start to fly
and start to flap his wings and cutting the air. പെട്ടെന്ന് അവന് മനസ്സിലായി അവന്റെ ചിറകുകൾ അതാ പതിയെ 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 എന്ത് കൊടുക്കാൻ ശ്രമിക്കുകയാണ്, എയറിനെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് വിടരുന്നുണ്ട്. Then he soar gradually. soar എന്ന് പറഞ്ഞാൽ fly upward. അവൻ മനസ്സിലായി അവൻ പതിയെ പറയുകയാണ്. ഒരു പ്രാവശ്യം ചിറകടിക്കും, then fly. എപ്പോ നിർത്തുന്നു, താപ്പോട്ട് വരും. Then he got confidence, self-confidence. The presence of fear, he is not at all afraid now. He understood that his wings should support him, that he got confidence and start to fly. He was very much exhausted by this strange exercise. ഈ strange exercise കൊണ്ട് അവൻ വളരെ exhausted ആയിരുന്നു. Suddenly his father, his brothers, sister all came around and supported him. They dived and stood in front of the green floor. Green floor എന്ന് പറഞ്ഞാൽ ഉൾക്കടലിലെ ആ ഒരു സമുദ്രത്തിന്റെ കാഴ്ചയാണ് വിശദീകരിച്ചിരിക്കുന്നത്. അവിടെ അവൻ നിന്നില്ല, അവന്റെ സഹോദരന്മാർ നിന്നു. He tried to imitate them and first time he started to fly, he tried to imitate them and tried to release his hands. But you know that അതിൽ ബാലൻസിലാണ് ഇങ്ങനെ ആ തിരമാലകൾക്കിടയിൽ നിൽക്കുന്നത്. But he did not know that his belly also touched, his most of the part of the body sank in the water and he floated like a log. ഒരു തടിയെ പോലെയൊക്കെ അദ്ദേഹം ഇങ്ങനെ തൊടുത്തു, ഇങ്ങനെ ഒഴുകി നടന്നു. But his parents came there and supported him. They also offer a dog of fish if he fly and they should give. So what happened? Ultimate result, you know, the bird able to make his first flight. The important role played here by mother. So you have to remember, nothing is achieved without hard work. If where there is a will, there is a way. These all sayings or proverbs are very helpful to this context. So you have to remember, whenever we have to review this point, you have to remember first it is the story of Liam of Flaherty. His keen observation is the most important aspect of the story. He uses lot of symbols, lot of words which express the intensive feeling of that bird. And one more thing we have to know, it is a story of a bird, but it has a good message to all. We have to work hard. We have to get confidence. You have to get family support. Then you should achieve whatever you require. That's one of the important things here Liam of Flaherty discussed. I hope you understand and hope it is very useful for your examination. And it is only analyzed, not a textual summary. I hope if you have to watch this video and prepare a short note based on this, it should be very helpful to all. Thank you.